വരാനിരിക്കുന്ന കർണാടക നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ 224 അംഗ കർണാടക നിയമസഭയിൽ നിലവിൽ കോൺഗ്രസ് ആണ് അധികാരത്തിലുള്ളത്. 136 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അധികാരം പിടിച്ചത്. BJPക്ക് നേടാനായത് 62 സീറ്റുകളും JDSന് 18 സീറ്റുകളുമാണുള്ളത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾ നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ബാംഗ്ലൂർ റൂറലാണ്. ബാംഗ്ലൂർ റൂറലിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഉത്തര കന്നഡയാണ്. ഉത്തര കന്നഡയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൊപ്പലാണ്. കൊപ്പലിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഉടുപ്പിയാണ്. ഉടുപ്പി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിക്കമംഗലൂരാണ്. ചിക്കമംഗലൂരിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബെല്ലാരിയാണ്. ബെല്ലാരിയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വിജയനഗറാണ്. വിജയനഗറിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിക്കബല്ലാപൂരാണ്. ചിക്കബല്ലാപൂരിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല യാദഗിറാണ്. യാദഗിരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗദഗാണ്. ഗദഗയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദക്ഷിണ കന്നഡയാണ്. ദക്ഷിണ കന്നഡയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 6 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വിജയപുരയാണ്. വിജയപുരയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മാണ്ഡ്യയാണ്. മാണ്ഡ്യ ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹസനാണ്. ഹസനിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 5 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റായ്ചൂരാണ്. റായ്ചൂരിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാഗൽകോട്ടാണ്. ബാഗൽകോട്ടിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധാർവാഡാണ്. ധാർവാഡിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദാവൻഗരയാണ്. ദാവൻഗരയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാംഗ്ലൂർ അർബനാണ്. ബാംഗ്ലൂർ അർബനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 16 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 12 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബെലഗാവിയാണ്. ബെലഗാവി ജില്ലയിൽ 18 സീറ്റുകളാണുള്ളത്. 18 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ കോൺഗ്രസും 10 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കലബുർഗിയാണ്. കലബുർഗിയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കുടകാണ്. കുടകിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ചാമരാജനഗറാണ്. ചാമരാജനഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത.
അടുത്തതായി നോക്കുന്ന ജില്ല രാംനഗറാണ്. രാംനഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോലാറാണ്. കോലാറിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹാവേരിയാണ്. ഹാവേരിയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിത്രദുർഗയാണ്. ചിത്രദുർഗയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബീദറാണ്. ബീദറിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 2 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവമോഗയാണ്. ശിവമോഗയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മൈസൂരാണ്. മൈസൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തുമക്കൂരാണ്. തുമക്കൂരിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 6 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. കർണാടക നിയമസഭയിലെ 224 സീറ്റുകളിൽ 122 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 102 സീറ്റുകൾ വരെ BJP JDS സഖ്യവും നേടാനാണ് സാധ്യത.